Hello everyone. സ്ഥിരമായി ബോർഡ് എക്സാമിന് വരുന്ന ഒരു ഇമ്പോർട്ടന്റ് ഡെറിവേഷനുള്ള ഭാഗമാണ് പ്രൊജക്ടൈൽ മോഷൻ. സോ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ പഠിച്ചിരിക്കണം വാട്ട് ഇസ് എ പ്രൊജക്ടൈൽ മോഷൻ. പ്രൊജക്ടൈൽ മോഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത് ഒരു ബോഡിയെ നമ്മൾ എയറിലേക്ക് ത്രോ ചെയ്യും വിത്ത് സമയം ഇനീഷ്യൽ വെലോസിറ്റി. ഒരു ഇനീഷ്യൽ വെലോസിറ്റിയിൽ ഒരു ബോഡിയെ നമ്മൾ ത്രോ ചെയ്തു. ആ ത്രോ ചെയ്തതിന് ശേഷം ആ ബോഡി മൂവ് ചെയ്യുന്നത് അണ്ടർ ദ ഇൻഫ്ലുവൻസ് ഓഫ് ഗ്രാവിറ്റി. ഗ്രാവിറ്റിയുടെ പ്രസൻസ് കൊണ്ടാണ് ആ ബോഡി പിന്നെ അതിന്റെ മോഷൻ കണ്ടിന്യൂ ചെയ്യുന്നതെങ്കിൽ ദാറ്റ് കൈൻഡ് ഓഫ് മോഷൻ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? പ്രൊജക്ടൈൽ മോഷൻ. സോ ഇവിടെ നിങ്ങൾ ഡെറിവേഷൻസ് ഒക്കെ ചോദിക്കുന്ന സമയത്ത് ഫസ്റ്റ് ഓഫ് ഓൾ എന്താണ് പ്രൊജക്ടൈൽ മോഷൻ എന്നാണ് ആയിരിക്കണം നിങ്ങൾ എഴുതേണ്ട ഫസ്റ്റ് സ്റ്റെപ്പ്. അപ്പൊ അതിന്റെ ഡെഫിനിഷൻ നിങ്ങൾ നിർബന്ധമായിട്ട് പഠിക്കുക. വാട്ട് ഇസ് ഇറ്റ്? പ്രൊജക്ടൈൽ ഈസ് എ ബോഡി വിച്ച് ഈസ് ത്രോൺ ഇൻ ടു സ്പേസ് വിത്ത് സം ഇനീഷ്യൽ വെലോസിറ്റി ആൻഡ് thereafter മൂവ്സ് ഓൺലി അണ്ടർ ദ എഫക്ട് ഓഫ് ഗ്രാവിറ്റി. ഇതായിരിക്കണം നിങ്ങൾ പഠിക്കേണ്ട ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്. സോ പ്രൊജക്ടൈൽ മോഷൻ എന്താണെന്നും അതിന്റെ വളരെ ബേസിക് ആയുള്ള ഡെഫിനിഷനും നിങ്ങൾ പഠിച്ചതിന് ശേഷം ഇവിടെ നിന്ന് സ്ഥിരമായി ചോദിക്കുന്ന 3-4 ഡെറിവേഷൻസ് ഉണ്ട്. അതിനു മുന്നേ ഒരു ബോഡി ത്രോ ചെയ്യുന്ന സമയത്ത് അതിന്റെ പാത്ത് എങ്ങനെയായിരിക്കും എന്ന് നമുക്ക് നോക്കാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ നോക്കണേ. ഫസ്റ്റ് ഓഫ് ഓൾ ഒരു പ്രൊജക്ടൈൽ മോഷനിൽ നമ്മൾ പറയുന്നു ഇറ്റ്സ് എ 2-dimensional മോഷൻ. സോ നമ്മൾ y ആക്സും അതേപോലെ x ആക്സും എടുക്കുന്നു. സോ y ആക്സും x ആക്സും നമ്മൾ എടുക്കുന്നു. ഒരു ബോഡിയെ നമ്മൾ ത്രോ ചെയ്യുന്നു വിത്ത് സം ഇനീഷ്യൽ വെലോസിറ്റി. അതിന് ഇനീഷ്യൽ വെലോസിറ്റി u ആണ്. ഇനീഷ്യൽ വെലോസിറ്റി u ആണ്. അത് ഹൊറിസോണ്ടലുമായിട്ട് x ആക്സുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ ആണ് എന്ത്? തീറ്റ. x ആക്സുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ ആണ് എന്ത്? തീറ്റ. സോ ആ ബോഡിയെ നമ്മൾ ഒരു ഇനീഷ്യൽ വെലോസിറ്റി ഒരു ബോഡിയെ നമ്മൾ ത്രോ ചെയ്യുന്നു. അതിനുശേഷം ബോഡി മൂവ് ചെയ്യുന്ന പാത്ത് നിങ്ങൾ നോക്കുകയാണെങ്കിൽ അതൊരു പരാബോളിക് ഷേപ്പ് ആയിരിക്കും. നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും അല്ലേ? എക്സ്പെരിമെന്റിൽ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം. സോ ഞാൻ അതിന്റെ പാത്ത് വരയ്ക്കുകയാണെങ്കിൽ ഏകദേശം ആ പാത്ത് ഇങ്ങനെയായിരിക്കും. ആ ബോഡി മൂവ് ചെയ്യുന്ന പാത്ത് വരയ്ക്കുകയാണെങ്കിൽ ആ പരാബോളിക് പാത്ത് ആയിരിക്കും. ആ പാത്തിന്റെ ഷേപ്പ് നിങ്ങൾ പരാബോളിക് ആണെന്ന് പഠിച്ചു വെക്കുക. പ്രൊജക്ടൈൽ മോഷൻ ഒരു ബോഡി മൂവ് ചെയ്യുന്ന പാത്ത് പരാബോളിക് ആയിരിക്കും. ഇനി ഇവിടെ നിങ്ങൾ കുറച്ച് ടേംസ് പഠിക്കാനുണ്ട്. എന്നിട്ട് വേണം അതിന്റെ 3 ഡെറിവേഷൻസ് ഉണ്ട്. ഏതൊക്കെയാ? ടൈം ഓഫ് ഫ്ലൈറ്റ്, അതേപോലെ ഹൊറിസോണ്ടൽ റേഞ്ച്, അതേപോലെ തന്നെ മാക്സിമം ഹൈറ്റ്. സോ ഇതെന്തായാലും ബോർഡ് എക്സാമിന് ചോദിക്കുന്ന ഒരു ഐറ്റം ആണ്. സോ നമുക്ക് നോക്കാം. ആ ഡെറിവേഷനിലേക്ക് മൂവ് ചെയ്യാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ മനസ്സിലാക്കി വെക്കണം, ഈ ബോഡിയെ നമ്മൾ ത്രോ ചെയ്തു. ഇനീഷ്യലി ആ ബോഡിക്ക് ഒരു ഹൊറിസോണ്ടൽ വെലോസിറ്റിയും ഉണ്ടാവും, അതേപോലെ വെർട്ടിക്കൽ വെലോസിറ്റി ഉണ്ടാവും. സോ യു എന്നുള്ള ഇനീഷ്യൽ വെലോസിറ്റിയെ നമ്മൾ 2 കോമ്പണൻസ് ആക്കി മാറ്റുമ്പോൾ ഇവിടേക്ക് ഒരു കോമ്പണന്റ് വരും. ഈ കോമ്പണന്റ് ഉണ്ടാവും, അതേപോലെ ഈ ഡയറക്ഷനിലേക്ക് ഒരു കോമ്പണന്റ് ഉണ്ടാവും. തീറ്റയോട് ചേർന്ന് നിൽക്കുന്ന കോമ്പണന്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? യു കോസ് തീറ്റ. തീറ്റയുടെ ആ സൈഡിൽ നിൽക്കുന്ന കോമ്പണന്റിനെ വിളിക്കുന്ന പേരാണ് എന്ത്? യു സൈൻ തീറ്റ. സോ യു എന്നുള്ള ഒരു ഇനീഷ്യൽ വെലോസിറ്റിയിൽ ഒരു ബോഡി തീറ്റ ആംഗിൾ നമ്മൾ ത്രോ ചെയ്യുമ്പോൾ ആ ബോഡിയെ നമ്മൾ 2 കോമ്പണൻസ് ആയി ട്രീറ്റ് ചെയ്യുന്നു. ഒന്ന് യു കോസ് തീറ്റ ആൻഡ് അനദർ വൺ ഈസ് യു സൈൻ തീറ്റ. ടി സമയത്തിന് ശേഷം കുറച്ച് നേരം കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? ഈ ബോഡിന്റെ മുകളിൽ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി മാത്രമല്ല എഫക്ട് ചെയ്യുന്നുള്ളൂ. അതായത് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എപ്പോഴും എങ്ങോട്ട് ആക്ട് ചെയ്യുക? ടുവാർഡ്സ് ഡൗൺവേർഡ് അല്ലേ? സോ ഈ ബോഡി ഇവിടെ എത്തുമ്പോൾ ഈ ബോഡിയെ താഴത്തേക്ക് പിടിച്ചു വലിക്കും. അതേപോലെ ഈ ബോഡി ഇവിടെ എത്തുമ്പോൾ ആ ബോഡിയെ താഴത്തേക്ക് പിടിച്ചു വലിക്കും. ഇവിടെ എത്തുമ്പോഴും ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി അതിനെ താഴത്തേക്ക് പിടിച്ചു വലിക്കും. അപ്പോൾ ഇങ്ങനെ പോവേണ്ട ആളെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി കാരണം എന്താവുന്നത്? ഇതിന്റെ പാത്ത് പരാബോളിക്കിലേക്ക് മാറുന്നത്. സോ ഇവിടെ നിങ്ങൾ പഠിക്കേണ്ടത് കൈനമാറ്റിക് ഇക്വേഷന്റെ 2-dimensional ഇക്വേഷൻസ് നിങ്ങൾ പഠിക്കണം. അതായത് നമ്മൾ 2 ഇക്വേഷൻസ് എഴുതാം. അതായത് വി എക്സ് വെലോസിറ്റി അലോങ് എക്സ് ആക്സും പഠിക്കാം, അതേപോലെ തന്നെ വെലോസിറ്റി അലോങ് എക്സ് വി എക്സ് ഇസ് ഈക്വൽ ടു യു എക്സ് പ്ലസ് എ എക്സ് ടി. ഫസ്റ്റ് തന്നെ ഈ കമ്പാരിസൺ നിങ്ങൾക്ക് വേണം കേട്ടോ. വി എക്സ് ഇസ് ഈക്വൽ യു എക്സ് പ്ലസ് എ എക്സ് ടി. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് ഇവിടെ എഴുതാം വി വൈ ഇസ് ഈക്വൽ ടു യു വൈ പ്ലസ് എ വൈ ടി. സോ ഈ ബോഡിയെ നമ്മൾ ത്രോ ചെയ്യുന്ന സമയത്ത് ഇവിടെ ഏത് ആക്സിലറേഷൻ മാത്രമേ ഉള്ളൂ? ആക്സിലറേഷൻ ടു ഗ്രാവിറ്റി മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ആക്സിലറേഷൻ അലോങ് ഹൊറിസോണ്ടൽ എന്തായിരിക്കും? 0 ആയിരിക്കും. ദർ ഇസ് നോ ആക്സിലറേഷൻ അലോങ് ദ ഹൊറിസോണ്ടൽ ഡയറക്ഷൻ. സോ ഈ ബോഡിയെ മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്ന അതിന്റെ ഇനീഷ്യൽ വെലോസിറ്റി ആണ്. എന്നാൽ ബോഡിയെ താഴത്തേക്ക് പിടിച്ച് വലിക്കുന്നത് ആക്സിലറേഷൻ ടു ഗ്രാവിറ്റി. അതിന്റെ വെർട്ടിക്കൽ കോമ്പണന്റ് ആണ്. വെർട്ടിക്കൽ കോമ്പണന്റിൽ മാത്രമേ ആക്സിലറേഷൻ ഉള്ളൂ. അതെന്താണ്? അത് ആക്സിലറേഷൻ ടു ഗ്രാവിറ്റി ആണ്. സോ ഇവിടുത്തെ ആക്സിലറേഷൻ ടു ഗ്രാവിറ്റിയെ നമുക്ക് -g എന്ന് റെപ്രസെന്റ് ചെയ്യാം. ബിക്കോസ് ഡൗൺവേർഡ് ഡയറക്ഷനിലേക്കാണ് ജി ആക്ട് ചെയ്യുന്നത്. സോ ടി സമയത്തിന് ശേഷം ഉണ്ടാവുന്ന രണ്ടിനെയും വെലോസിറ്റി നോക്കുകയാണെങ്കിൽ ടി സമയത്തിന് ശേഷം ഉണ്ടാവുന്നതിന്റെ വെലോസിറ്റി നമുക്ക് വി കൊണ്ട് റെപ്രസെന്റ് ചെയ്യാം. ഈ വി എന്ന് പറയുന്നത് എന്തായിരിക്കും? 2 കോമ്പണൻസ് ആയിരിക്കും. ഏതൊക്കെയാ? വി എക്സും അതേപോലെ വി വൈയും. ഹൊറിസോണ്ടൽ കോമ്പണന്റ് ഉണ്ടാവും, വെർട്ടിക്കൽ കോമ്പണന്റ് ഉണ്ടാവും. ആ വി എക്സും വി വൈന്റെ ഇക്വേഷൻ അപ്പൊ ഫസ്റ്റ് നമ്മൾ പഠിക്കുന്നത്. സോ വാട്ട് ഈസ് വി എക്സ്? വി എക്സ് ഇസ് ഈക്വൽ ടു യു എക്സ് പ്ലസ് എ എക്സ് ഇൻറ്റു ടി എന്ന് പറയുമ്പോൾ 0 × t ചെയ്യുമ്പോൾ നമുക്ക് യു എക്സ് തന്നെ കിട്ടും. വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് യു എക്സ്? ഇനീഷ്യലി ഉണ്ടാവുന്ന ഹൊറിസോണ്ടൽ വെലോസിറ്റിയും വെർട്ടിക്കൽ വെലോസിറ്റിയും. യു എക്സ് എന്ന് പറഞ്ഞാൽ എന്താ? യു കോസ് തീറ്റ. ഈ വാല്യൂ മാറുന്നില്ല. ടി സമയത്തിന് ശേഷവും അതിന്റെ ഹൊറിസോണ്ടൽ വെലോസിറ്റിയിൽ ഒരു മാറ്റവും ഉണ്ടാവുന്നില്ല. അതുകൊണ്ട് വി എക്സ് ഇസ് ഈക്വൽ ടു യു എക്സ്, ദ വാല്യൂ ഈസ് യു കോസ് തീറ്റ. ഇനി ടി സമയത്തിന് ശേഷം ഉണ്ടാകുന്ന വെലോസിറ്റി അലോങ് വെർട്ടിക്കൽ നോക്കുകയാണെങ്കിൽ എന്താ വരിക? വി വൈ ഇസ് ഈക്വൽ ടു വാട്ട് ഈസ് യു വൈ? യു സൈൻ തീറ്റ. വാട്ട് ഈസ് എ വൈ? എ വൈ ഇസ് -g. സോ
ഇക്വേഷൻ വിൽ ബി vy is equal to u sin theta minus gt. ഇതിവിടെ ഉണ്ടാക്കുന്ന ആംഗിൾ ആൽഫ എന്ന് വേണമെങ്കിൽ വിളിക്കാം. കുറച്ച് നേരം ടി സമയത്തിന് ശേഷം ഉണ്ടാകുന്ന ആംഗിൾ എന്ന് പറഞ്ഞിരിക്കുന്നത് ഹൊറിസോണ്ടലുമായിട്ട് വെലോസിറ്റി ഉണ്ടാക്കുന്ന ആംഗിൾ ആൽഫയാണെങ്കിൽ vyയും vxും നമുക്ക് കിട്ടി. ഫസ്റ്റ് നിങ്ങൾ ഈ രണ്ട് റിസൾട്ട് നിങ്ങൾ ഓർത്ത് വെക്കണം. ചിലപ്പോൾ ചോദ്യം ഇങ്ങനെ ചോദിക്കാറുണ്ട്, ടി സമയത്തിന് ശേഷം ഉണ്ടാകുന്ന പ്രൊജക്ടൈൽ മോഷനിലെ വെലോസിറ്റി അലോങ് ഹൊറിസോണ്ടൽ എന്താ, വെലോസിറ്റി അലോങ് വെർട്ടിക്കൽ എന്താ എന്നുള്ള ചോദ്യം ഉണ്ടാവാറുണ്ട്. അത് വന്നാൽ നിങ്ങൾ സ്കോർ ചെയ്യല്ലോ. ഇനി ഞാൻ 2 മാർക്കിന് ഉറപ്പായിട്ടും വരുന്ന ടൈം ഓഫ് ഫ്ലൈറ്റിന്റെ ഇക്വേഷനെ പഠിപ്പിക്കാൻ വേണ്ടി പോകുന്നത്. ടൈം ഓഫ് ഫ്ലൈറ്റ്. ഓക്കെ, ടൈം ഓഫ് ഫ്ലൈറ്റ്. സോ ഈ 2 മാർക്ക് അങ്ങ് ഉറപ്പിച്ചേക്കണം. ടൈം ഓഫ് ഫ്ലൈറ്റ്. സോ വാട്ട് ഈസ് ടൈം ഓഫ് ഫ്ലൈറ്റ്? ടൈം ഓഫ് ഫ്ലൈറ്റ് എന്ന് പറയുന്നത് എന്താ? ഈ പ്രൊജക്ടൈൽ മോഷൻ കംപ്ലീറ്റ് ചെയ്യാൻ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത പ്രൊജക്ടൈൽ മോഷൻ ഇവിടെ എത്താൻ എടുക്കുന്ന സമയത്തെ വിളിക്കുന്ന പേരല്ലേ ടൈം ഓഫ് ഫ്ലൈറ്റ്. സോ വാട്ട് ഈസ് ടൈം ഓഫ് ഫ്ലൈറ്റ്? ടൈം ഓഫ് ഫ്ലൈറ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത് വളരെ സിമ്പിൾ അല്ലേ. എന്താ ടൈം ഓഫ് ഫ്ലൈറ്റ്? ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് അവിടെ എത്താൻ എടുക്കുന്ന സമയത്തെ വിളിക്കുന്ന പേരാണ് എന്ത്? ടൈം ഓഫ് ഫ്ലൈറ്റ്. ഇറ്റ് ഈസ് എ ടൈം ടേക്കൺ ബൈ ദ പ്രൊജക്ടൈൽ ടു റീച്ച് ബാക്ക് ടു ദ ഹൊറിസോണ്ടൽ പ്ലെയിൻ ഓഫ് ദ പോയിന്റ് ഓഫ് പ്രൊജക്ഷൻ. എവിടെ നിന്നാണ് ത്രോ ചെയ്തത് അവിടേക്ക് തന്നെ തിരിച്ചെത്താൻ എടുക്കുന്ന സമയത്തെ വിളിക്കുന്നവരാണ് എന്ത്? ടൈം ഓഫ് ഫ്ലൈറ്റ്. സോ ടൈം ഓഫ് ഫ്ലൈറ്റിന്റെ ഡെഫിനിഷൻ ഒന്ന് ഓർത്ത് വെക്കുക. അതിനുശേഷം ഞാൻ ചോദിക്കുകയാണ്, ഈ ടൈം ഓഫ് ഫ്ലൈറ്റിന്റെ ഇക്വേഷൻ ഡിറൈവ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്താ നോക്കുക വെച്ചിട്ടുണ്ടെങ്കിൽ വെർട്ടിക്കൽ കോമ്പണന്റ് ഇക്വേഷൻ മാത്രം നോക്കുക. അപ്പൊ ഞാൻ പറയുകയാണ്, വെർട്ടിക്കൽ കോമ്പണന്റ് ഇക്വേഷൻ നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് പറയാൻ വേണ്ടി പറ്റും വാട്ട് ഈസ് ഇക്വേഷൻ ഫോർ ഡിസ്പ്ലേസ്മെന്റ് ഹിയർ. വെർട്ടിക്കൽ ഡിസ്പ്ലേസ്മെന്റ് എത്രയാ? ഈ ബോഡിയെ നമ്മൾ മുകളിലേക്ക് ത്രോ ചെയ്തു. ഈ ബോഡി മുകളിൽ, ഇതിന്റെ വെർട്ടിക്കൽ ഡിസ്പ്ലേസ്മെന്റ് u sin θ മുകളിലേക്കുണ്ട്. എന്നാൽ കുറച്ചു നേരം കഴിയുമ്പോൾ ഇവിടെ നിങ്ങൾ നോക്കുക -gt. ഓരോ സെക്കൻഡ് കഴിയുമ്പോഴും g ഇൻറ്റു ടി, അതായത് ടിക്ക് 1 കൊടുത്താൽ 9.8, ടിക്ക് 2 കൊടുത്താൽ 19.6, അങ്ങനെ ജിയുടെ വാല്യൂ ഓരോ സെക്കൻഡ് കഴിയുമ്പോഴും അത് കുറഞ്ഞു വരികയാണ് അല്ലേ. അപ്പോൾ vyയുടെ വാല്യൂ അങ്ങനെ കുറയാൻ സംഭവിക്കാം. വെലോസിറ്റി കുറയും, അതുപോലെ തന്നെ ഡിസ്പ്ലേസ്മെന്റ് എന്ത് ചെയ്യും? 0 ആവും. അത് നിങ്ങളൊന്ന് ആലോചിച്ചാൽ മതി. ഫോർ എക്സാമ്പിൾ ഞാൻ എന്ത് ചെയ്യുന്നു, ഈ ഒരു റിമോട്ട് എടുക്കുന്നു, ഈ ബോഡിയെ ഞാൻ ഇവിടെ നിന്ന് ഇങ്ങോട്ട് ത്രോ ചെയ്യുന്നു. ഈ ബോഡി ഞാൻ ഇവിടുന്ന് ത്രോ ചെയ്തിട്ട് ഈ ബോഡി ഇവിടെ വന്ന് എന്റെ കൈമേൽ ലാൻഡ് ചെയ്യുന്നു. സോ ഇവിടെ തമ്മിൽ എന്ത് ചെയ്യുന്നുണ്ട്? ഹൊറിസോണ്ടലി ഡിസ്പ്ലേസ്മെന്റ് ഉണ്ട്. ഇവിടെ നിന്ന് ഞാൻ ത്രോ ചെയ്തു, എന്നിട്ട് ഈ ബോഡി ഇവിടെ നിന്ന് ഇങ്ങനെ വന്നിട്ട് എന്റെ കൈമേൽ വന്ന് വീണു. പക്ഷെ ഇവരുടെ വെർട്ടിക്കൽ ഡിസ്പ്ലേസ്മെന്റ് എത്രയാ? ഇതിന്റെ വെർട്ടിക്കൽ, ഇതാണ് ഇതിന്റെ ഇനീഷ്യൽ പോയിന്റ്, ഇതാണ് ഇതിന്റെ ഫൈനൽ പോയിന്റ്, ഇതാണ് ഇനീഷ്യൽ പോയിന്റ്, ഇതാണ് ഫൈനൽ പോയിന്റ് എങ്കിൽ ഇവ തമ്മിലുള്ള ഈ ദൂരം ഹൊറിസോണ്ടൽ ഡിസ്പ്ലേസ്മെന്റ് ആണ്. അതിനെ വിളിക്കുന്ന പേര് റേഞ്ച് എന്നാണ്. എന്നാൽ ഈ പോയിന്റും ഒരേ പ്ലെയിനിലായതുകൊണ്ട് ഇവരുടെ വെർട്ടിക്കൽ ഡിസ്പ്ലേസ്മെന്റ് എന്താ? ഇതിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് ഇത്, ഫൈനൽ പോയിന്റ് ഇതാണെങ്കിൽ ഈ ദൂരമാണ് എന്ത്? വെർട്ടിക്കൽ ഡിസ്പ്ലേസ്മെന്റ്. പക്ഷേ ഇത് 2 ഡിഫറന്റ് പോയിന്റിലാണെങ്കിലും ഇതിന്റെ വെർട്ടിക്കൽ ഡിസ്പ്ലേസ്മെന്റ് എന്തായിരിക്കും? 0 ആയിരിക്കും. ഈ ബോഡി ത്രോ ചെയ്ത് അതേ പ്ലെയിനിൽ വന്ന് വീഴുന്നു. സോ ഇതിന്റെ വെർട്ടിക്കൽ ഡിസ്പ്ലേസ്മെന്റ് 0 ആയിരിക്കും. അപ്പോൾ നമ്മൾ വെർട്ടിക്കൽ ഡിസ്പ്ലേസ്മെന്റ് ഇക്വേഷനിൽ മൂവ് ചെയ്യാം. എന്താ വെർട്ടിക്കൽ ഡിസ്പ്ലേസ്മെന്റ് ഇക്വേഷൻ? sy is equal to uyt പ്ലസ് ഹാഫ് AYT സ്ക്വയറിൽ നമുക്കറിയുന്ന വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഡിസ്പ്ലേസ്മെന്റ് ഈസ് അലോങ് y ആക്സിസ്. എന്താണ്? വെർട്ടിക്കൽ ഡിസ്പ്ലേസ്മെന്റ് 0 ആണ്. വാട്ട് ഈസ് uy? u sin θ ആണ്. അതിനെടുക്കുന്ന സമയമാണല്ലോ, ഈ വെർട്ടിക്കൽ ഡിസ്പ്ലേസ്മെന്റ് 0 ആവാൻ എടുക്കുന്ന സമയമാണല്ലോ ടൈം ഓഫ് ഫ്ലൈറ്റ്. സോ അതിന് നമുക്ക് ക്യാപിറ്റൽ ടി എന്നുള്ള റെപ്രസെന്റേഷൻ കൊടുത്താലോ? സോ ഇവിടെ ക്യാപിറ്റൽ ടി എന്ന് കൊടുക്കാം. പ്ലസിന് പകരം ഞാൻ അവിടെ മൈനസ് കൊടുത്തു. എന്തുകൊണ്ടാ? ആക്സിലറേഷൻ ഈസ് അലോങ് ഡൗൺവേർഡ് ഡയറക്ഷൻ. സോ AYക്ക് നമ്മൾ -g എന്ന് കൊടുക്കണം. സോ അത് മൈനസ് മുന്നോട്ടേക്ക് വന്നു. ടൈം ഓഫ് ഫ്ലൈറ്റ് നമുക്ക് ടി സ്കോർ എടുക്കാം. സോ ഈ നെഗറ്റീവ് ഹാഫ് GT സ്കോർ ഇക്വേഷന്റെ അതർ സൈഡിലേക്ക് വരുമ്പോൾ എന്തായിരിക്കും? പ്ലസ് ഹാഫ് GT സ്കോർ വരും. സോ പ്ലസ് ഹാഫ് GT സ്ക്വയർ ഇസ് ഈക്വൽ ടു u sin θ ഇൻറ്റു ടി എന്ന് വരും. 2 സൈഡും ടി ഉണ്ട്. ടി ക്യാൻസൽ ചെയ്താൽ ഒരു ടി സ്ക്വയറിലും ഒരു ടിയും ക്യാൻസൽ ചെയ്യാം. സോ ടി ഇസ് ഈക്വൽ ടു 2 ഇങ്ങോട്ട് പോയാൽ 2u sin θ വരും. ജി ഇങ്ങോട്ട് പോയാൽ ടൈം ഓഫ് ഫ്ലൈറ്റ് ഇസ് ഈക്വൽ ടു 2u sin θ ഡിവൈഡ് ബൈ ജി. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡെറിവേഷൻ ആണ്. ടൈം ഓഫ് ഫ്ലൈറ്റ് ഇസ് ഈക്വൽ ടു 2u sin θ ഡിവൈഡ് ബൈ ജി. ടൈം ഓഫ് ഫ്ലൈറ്റ് ഇസ് ഈക്വൽ ടു 2u sin θ ഡിവൈഡ് ബൈ ജി. ടൈം ടേക്കൺ. അപ്പോൾ നിങ്ങൾ ആ ഡെഫിനേഷൻ വേണമെങ്കിൽ ആ പോയിന്റ് നോട്ട് ചെയ്യുക. ഓക്കെ, ടൈം ഓഫ് ഫ്ലൈറ്റ് ഇസ് ഈക്വൽ ടു 2u sin θ ഡിവൈഡ് ബൈ ജി. സോ ഈ ഒരു ഡെറിവേഷൻ നിങ്ങൾ നിർബന്ധമായിട്ട് നോട്ട് ചെയ്യുക. ആ 2-3 മാർക്ക് നിങ്ങൾ എന്ത് ചെയ്യുക? ഈസിലി സ്കോർ ചെയ്യുക. നെക്സ്റ്റ് വൺ ഈസ് മാക്സിമം ഹൈറ്റ്. ഒരു പ്രൊജക്ടൈലിന് എത്താൻ വേണ്ടി പറ്റുന്ന മാക്സിമം ഹൈറ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത് നോക്കുകയാണെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കുക. ഒരു പ്രൊജക്ടൈൽ മോഷൻ ഞാൻ കൺസിഡർ ചെയ്യുന്നു. ഈ ഒരു ബോഡി ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്യുമ്പോൾ ഇതിന് എത്താൻ പറ്റുന്ന മാക്സിമം ഹൈറ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഇതല്ലടാ. സോ ഈ മാക്സിമം ഹൈറ്റ് കണ്ടുപിടിക്കാൻ ചോദിക്കാറുണ്ട്. സോ ഈ മാക്സിമം ഹൈറ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ ആലോചിച്ച് നോക്കുക. ഇവിടെ ഹൊറിസോണ്ടൽ വെലോസിറ്റി ഒരു മാറ്റവും ഇല്ല. ഹൊറിസോണ്ടൽ വെലോസിറ്റി എപ്പോഴും എത്രയാ? u cos θ. ബിക്കോസ് ആക്സിലറേഷൻ അലോങ് ഹൊറിസോണ്ടൽ ഈസ് 0.
വേർട്ടിക്കൽ വെലോസിറ്റി നോക്കുകയാണെങ്കിൽ ഏറ്റവും മാക്സിമം ഹൈറ്റിലേക്ക് പോകുമ്പോൾ ഇവിടെ ഇനീഷ്യലി എന്തുണ്ടാവും, യു സൈൻ തീറ്റ ആയിരിക്കും ഇതിന്റെ ഇനീഷ്യൽ വെലോസിറ്റി. എന്നാൽ മുകളിലേക്ക് പോകുന്നതിനനുസരിച്ച് യു സൈൻ തീറ്റയുടെ വാല്യൂ കുറഞ്ഞ് ഏറ്റവും ടോപ്പ് മോസ്റ്റ് പോയിന്റിൽ വേർട്ടിക്കൽ വെലോസിറ്റി വി വൈയുടെ വാല്യൂ 0 ആവും. വി വൈയുടെ വാല്യൂ 0 ആവുന്ന ഹൈറ്റ് ഡിസ്റ്റൻസിനെ വിളിക്കുന്ന പേരാണ് എന്ത്, മാക്സിമം ഹൈറ്റ്. അല്ലെങ്കിൽ വി വൈ 0 ആവുന്ന സമയത്ത് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കുള്ള ദൂരമാണ് എന്ത്, അതിന്റെ മാക്സിമം ഹൈറ്റ്. അപ്പൊ നിങ്ങൾ ആലോചിക്കേണ്ടത് കൈനമാറ്റിക്സിലെ തേർഡ് ഇക്വേഷൻ ആണ്. അതും വേർട്ടിക്കൽ കണ്ടീഷൻ, അതായത് ഹൊറിസോണ്ടൽ കോമ്പണന്റ് ഉണ്ട്, വെർട്ടിക്കൽ കോമ്പണന്റ് ഉണ്ട്. ഈ ഒരു മാക്സിമം ഹൈറ്റിന്റെ ഡെറിവേഷൻ എടുക്കുമ്പോൾ നിങ്ങൾ വെർട്ടിക്കൽ കോമ്പണന്റ് എടുക്കുക. എന്താ വെർട്ടിക്കൽ കോമ്പണന്റ് ഇക്വേഷൻ? വി സ്ക്വയർ ഇസ് ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2as അല്ലേ. സോ ഇവിടെ വി വൈ സ്ക്വയർ ഇസ് ഈക്വൽ ടു യു വൈ സ്ക്വയർ ഇസ് ഈക്വൽ ടു 2ay ഇൻറ്റു എസ് വൈ എന്ന് വരും. വി വൈ സ്ക്വയർ ഇസ് ഈക്വൽ ടു യു വൈ സ്ക്വയർ പ്ലസ് 2ay ഇൻറ്റു എസ് വൈ. സോ ഏറ്റവും ടോപ്പ് മോസ്റ്റ് പോയിന്റിൽ ഫൈനൽ വെലോസിറ്റി എത്രയാ, 0 ആണ്. ഇസ് ഈക്വൽ ടു യു വൈ എന്ന് പറയുമ്പോൾ മക്കളെ യു സൈൻ തീറ്റ ആണ് വെർട്ടിക്കൽ വെലോസിറ്റി അല്ലേ. യു സൈൻ തീറ്റ ഇനീഷ്യൽ വെർട്ടിക്കൽ വെലോസിറ്റി യു സൈൻ തീറ്റ ഹോൾ സ്ക്വയർ. ഇവിടെ മൈനസ് വരും ബിക്കോസ് എ വൈ നെഗറ്റീവ് ജി ആണ്. സോ 2g ഇൻറ്റു ഈ എസ് വൈ ഡിസ്പ്ലേസ്മെന്റ് അലോങ് വൈ ആക്സ് ആണല്ലോ എച്ച് മാക്സിമം. എസ് വൈക്ക് നമുക്ക് എച്ച് കൊടുക്കുകയാണെങ്കിൽ അടുത്ത സ്റ്റെപ്പ് -2gh ഇക്വേഷൻ ഇങ്ങോട്ട് വരുമ്പോൾ എന്താവും, പ്ലസ് 2gh ആവും. 2gh ഇസ് ഈക്വൽ ടു യു സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ. സോ എച്ച് ഇസ് ഈക്വൽ ടു യു സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ ഡിവൈഡ് ബൈ 2g. സോ this is the relation for maximum height. Maximum height in the equation derivation വളരെ സിമ്പിൾ ഡെറിവേഷൻസ് അല്ലേ. സോ ഈ സിമ്പിൾ ഡെറിവേഷനിലൂടെ നിങ്ങൾക്ക് മാക്സിമം ഹൈറ്റ് ചോദിക്കുകയാണെങ്കിൽ ആ 2 മാർക്ക് അങ്ങ് ബോർഡ് എക്സാമിന് സ്കോർ ചെയ്തൂടെ. അതുകൊണ്ട് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഡെറിവേഷൻസ് നോക്കുക. ഇനി നമുക്ക് മൂവ് ചെയ്യാനുള്ളത് റേഞ്ച് ആണ്. ലാസ്റ്റ് ആൻഡ് ഫൈനൽ വൺ ഈസ് ഹൊറിസോണ്ടൽ റേഞ്ച്. എന്താണ് ഹൊറിസോണ്ടൽ റേഞ്ച്? നിങ്ങൾ നോക്ക്, ടൈം ഓഫ് ലൈറ്റിന്റെയും മാക്സിമം ഹൈറ്റിന്റെയും ഇക്വേഷൻസ് യൂസ് ചെയ്തപ്പോൾ നമ്മൾ വേർട്ടിക്കൽ കോമ്പണന്റ് ഡിസ്പ്ലേസ്മെന്റും അതേപോലെ വെർട്ടിക്കൽ കോമ്പണന്റ് വെലോസിറ്റിയുടെ റിലേഷൻസ് ഉപയോഗിച്ചത്. എന്നാൽ ഹൊറിസോണ്ടൽ റേഞ്ച് വരുമ്പോൾ മാത്രമാണ് നിങ്ങൾ എന്ത് ഉപയോഗിക്കേണ്ടത്, ഹൊറിസോണ്ടൽ കോമ്പണന്റ്. ഹൊറിസോണ്ടൽ റേഞ്ച് എന്ന് പറയുമ്പോൾ ഹൊറിസോണ്ടൽ കോമ്പണന്റ് ഇക്വേഷൻ എടുക്കണം എന്നുള്ള കാര്യം ആലോചിക്കുക. എന്താണ് ഹൊറിസോണ്ടൽ റേഞ്ച്? ഒരു ടൈം ഓഫ് ഫ്ലൈറ്റിൽ, അതായത് ടി സമയം, ടൈം ഓഫ് ഫ്ലൈറ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താ, ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തു ഇവിടെ എത്തേണ്ടിരിക്കുന്ന സമയമല്ലേ. ഈ സമയത്ത് ഹൊറിസോണ്ടലി ഇത് കവർ ചെയ്ത ഈ ദൂരത്തിന് വിളിക്കുന്ന പേരാണ് എന്ത്, ഈ ഡിസ്റ്റൻസിന് വിളിക്കുന്ന പേരാണ് എന്ത്, റേഞ്ച് എന്ന് പറഞ്ഞിരിക്കുന്നത്. ഹൊറിസോണ്ടലി കവർ ചെയ്ത ഈ ദൂരത്തിന് വിളിക്കുന്ന പേരാണ് എന്ത്, റേഞ്ച്. സോ ഹൊറിസോണ്ടലി ഉണ്ടാവുന്ന ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞിരിക്കുന്നത് എസ് വൈ ആണ്. നമ്മൾ ഇവിടെ മാക്സിമം ഹൈറ്റിന് യൂസ് ചെയ്തെങ്കിൽ, ടൈം ഓഫ് ഫ്ലൈറ്റിന് യൂസ് ചെയ്തെങ്കിൽ നിങ്ങൾ റേഞ്ചിൽ ഉപയോഗിക്കേണ്ടത് Sx ആണ്. ഹൊറിസോണ്ടൽ ഡിസ്പ്ലേസ്മെന്റ് Sx is equal to simply uxt plus half axt സ്ക്വയറിൽ ആക്സിലറേഷൻ അലോങ് ഹൊറിസോണ്ടൽ ഉണ്ടോ? ഇല്ല, there is no acceleration along horizontal. axന്റെ വാല്യൂ 0 ആണ്. സോ ഇവിടെ axന് നിങ്ങൾ 0 കൊടുക്കുമ്പോൾ Sx എന്ന് പറഞ്ഞിരിക്കുന്നത് ux ഇൻറ്റു ടി മാത്രമായിട്ട് മാറും. വാട്ട് ഈസ് ടി? Sx എന്ന് പറഞ്ഞാൽ ഹൊറിസോണ്ടൽ ഡിസ്പ്ലേസ്മെന്റ്, ഇറ്റ്സ് കോൾഡ് റേഞ്ച്. ux എന്ന് പറഞ്ഞാൽ u cos തീറ്റ. വാട്ട് ഈസ് ടി? ടി ഈസ് കോൾഡ് ടൈം ഓഫ് ഫ്ലൈറ്റ്, ദ ജേണി. അത് ജേണി കംപ്ലീറ്റ് എടുക്കുന്ന സമയമാണല്ലോ ടൈം ഓഫ് ഫ്ലൈറ്റ്, ക്യാപിറ്റൽ ടി. ക്യാപിറ്റൽ ടിയുടെ ഇക്വേഷൻ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം എന്നുള്ളൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. സോ റേഞ്ച് r is equal to u cos theta into what is time of flight? 2u sin theta divided by g എന്ന് വരും. 2u sin theta divided by g. അടുത്ത സ്റ്റെപ്പ് ഒരു റീഅറേഞ്ച്മെന്റ് ആണ് അല്ലേ. അടുത്ത സ്റ്റെപ്പ് ഒരു റീഅറേഞ്ച്മെന്റ് ആണ്. എന്താണ് ആ റീഅറേഞ്ച്മെന്റ്? അതായത് ഇതിനെ നമുക്ക് u ഇൻറ്റു യു സ്ക്വയർ വരും. 2 ഇവിടെ എഴുതാം. 2 sin theta ഇൻറ്റു കോസ് തീറ്റ ഡിവൈഡ് ബൈ ജി എന്ന് വരും. നമുക്കറിയുന്ന ഒരു കാര്യമുണ്ട് ട്രിഗണോമെട്രി പ്രകാരം, സൈൻ 2 തീറ്റ എന്ന് പറഞ്ഞാൽ 2 sin theta ഇൻറ്റു കോസ് തീറ്റയാണ്. അതുപോലെ 2 sin theta കോസ് തീറ്റയെ നമുക്ക് എന്ത് ചെയ്താം, സൈൻ 2 തീറ്റ എന്ന് എഴുതാൻ വേണ്ടി പറ്റും. സോ റേഞ്ചിന്റെ ഇക്വേഷൻ ഓട്ടോമാറ്റിക്കലി എങ്ങോട്ട്, ഈ ഒരു സ്റ്റെപ്പ് ഇങ്ങനെ ഫോളോ ചെയ്യണേ. അപ്പൊ യു സ്ക്വയർ സൈൻ 2 തീറ്റ ഡിവൈഡ് ബൈ ജി. സോ റേഞ്ചിന്റെ ഇക്വേഷൻ എന്തെന്ന് ചോദിച്ചാൽ പഠിച്ചിരിക്കണം, യു സ്ക്വയർ ബൈ ജി ഇൻറ്റു സൈൻ 2 തീറ്റ. പ്രൊജക്ടൈൽ മോഷൻ എന്ന് വരാൻ ചാൻസ് ഉള്ള 3 ഡെറിവേഷൻസ് ഏതൊക്കെയാ? ടൈം ഓഫ് ഫ്ലൈറ്റ്, മാക്സിമം ഹൈറ്റ്, അതേപോലെ ഹൊറിസോണ്ടൽ റേഞ്ച്. ഈ 3 കാര്യം പഠിക്കുക, 3ന്റെ ഇക്വേഷൻസ് ആലോചിക്കുക. ഇവിടെ നോക്കുക നിങ്ങൾ, ഇവിടെ വാട്ട് ഈസ് ടാൻ തീറ്റ? ടാൻ തീറ്റ എന്ന് പറയുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും യു എക്സ് ഡിവൈഡ് ബൈ യു വൈ ആണ്. ടാൻ തീറ്റ, വാട്ട് ഈസ് ടാൻ തീറ്റ? ടാൻ തീറ്റ വെർട്ടിക്കൽ കോമ്പണന്റ് ഡിവൈഡ് ബൈ ഹൊറിസോണ്ടൽ കോമ്പണന്റ്. ടാൻ തീറ്റ ഈസ് ഈക്വൽ ടു യു വൈ ഡിവൈഡ് ബൈ യു എക്സ് എന്ന് നിങ്ങൾക്ക് എഴുതാൻ വേണ്ടി പറ്റും. ടാൻ തീറ്റ ഈസ് ഈക്വൽ ടു യു വൈ ഡിവൈഡ് ബൈ യു എക്സ് എന്നുള്ള റിലേഷൻ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ളൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. അതേപോലെ ടാൻ ആൽഫ എന്ന് പറയുന്നത് വി വൈ ഡിവൈഡ് ബൈ വി എക്സ്. റിസൾട്ടന്റ് വെലോസിറ്റി എന്ന് പറയുമ്പോൾ എപ്പോഴും ആലോചിക്കുക റൂട്ട് ഓഫ് വി എക്സ് സ്ക്വയർ പ്ലസ് വി വൈ സ്ക്വയർ ആണ്. ഇത് കണ്ടുപിടിക്കാനായിട്ട് ചോദിക്കുകയാണെങ്കിൽ റൂട്ട് ഓഫ് വി എക്സ് സ്ക്വയർ പ്ലസ് വി വൈ സ്ക്വയർ ഉപയോഗിക്കണം. സോ ഞാൻ പറയുന്നത് ടൈം ഓഫ് ഫ്ലൈറ്റ്, അതേപോലെ മാക്സിമം ഹൈറ്റ്, ഹൊറിസോണ്ടൽ റേഞ്ച്,
ഇവിടെ ഒരൊറ്റ കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു, ഈ ഒരു ഡെറിവേഷന്റെ ഈ ഒരു ടോപ്പിക് പ്രൊജക്ടൈൽ മോഷൻ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ആലോചിക്കുക, പ്രൊജക്ടൈൽ മോഷനിൽ മാക്സിമം റേഞ്ച് കിട്ടുന്ന ഒരു കണ്ടീഷൻ ഉണ്ട്. മാക്സിമം റേഞ്ച് കിട്ടുന്ന ആംഗിൾ എത്രയാന്ന് ചോദിക്കാറുണ്ട്. ഇവിടെ മക്കളെ മാക്സിമം റേഞ്ച് എന്ന് പറഞ്ഞാൽ എന്താ? റേഞ്ചിന്റെ ഇക്വേഷൻ എന്താ? u²/g × sin 2θ. സൈന് വരുന്ന ഈ ഒരു ഫംഗ്ഷന് മാക്സിമം വരണമെങ്കിൽ sin 2θയുടെ വാല്യൂ 1 വരണം. സൈൻ്റെ ഏത് ആംഗിളാണ് 1 വരിക? sin 90 അല്ലടാ 1 വരിക. സോ തീറ്റ എത്ര വരും? 90/2 45 ഡിഗ്രി. സോ മാക്സിമം റേഞ്ച് എന്ന് പറഞ്ഞിരിക്കുന്നത് തീറ്റ 45 ഡിഗ്രിയിൽ ത്രോ ചെയ്യുമ്പോഴാണ്. ഒരു 45 ഡിഗ്രിയിലാണ് നിങ്ങൾ ത്രോ ചെയ്യുന്നതെങ്കിൽ, ജാവലിൻ ത്രോ കഴിയുന്ന സമയത്ത് ഒരു 45 ഡിഗ്രിയിലാണ് നമ്മൾ ത്രോ ചെയ്യുക. ആ 45 ഡിഗ്രിയിലാണ് ത്രോ ചെയ്യുന്നതെങ്കിൽ നമുക്ക് മാക്സിമം ദൂരം കിട്ടും, മാക്സിമം ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് കിട്ടും. അതാണ് മാക്സിമം റേഞ്ചിന്റെ കണ്ടീഷൻ. തീറ്റ 45 ഡിഗ്രി ആയിരിക്കണം മാക്സിമം റേഞ്ചിന്റെ കണ്ടീഷൻ. ആൻഡ് r_max = u²/g. സോ അടുത്തൊരു ഡെറിവേഷൻ സീരീസുമായി നമുക്ക് കാണാം. ഓൾ ദ വെരി ബെസ്റ്റ്. ബൈ.